എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ബൈക്ക് എടുക്കാൻ പോവാണ് കേട്ടോ. പുതിയ ബൈക്ക് അവർക്ക് പഴയ ബൈക്കായിരിക്കും, പക്ഷെ നമുക്കതൊരു പുതിയ ബൈക്കാണ്. ഈ വീട്ടിലേക്ക് വരുന്ന പുതിയ ബൈക്കാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മാരിൻ സൈൻക്യൂട്ടി നമ്മൾ സെയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാരിൻ്റെ സൈൻക്യൂട്ടിൻ 1 സെയിൽ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യം ഡെഡിക്കേറ്റഡുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോസ്മിക്കും നമ്മൾ കൊടുക്കുകയാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കേട്ടോ. നമ്മുടെ കോസ്മിക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വീഡിയോന് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂറ്റി കിട്ടാത്തവർക്ക് തൊട്ട് മുന്നത്തെ സെയിൽ നമ്മുടെ എല്ലാ സൈക്കിളും കൊടുക്കാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇന്ന് ആക്ച്വലി നമ്മൾ പുതിയൊരു ബൈക്ക് നോക്കാൻ പോവാണ്, എടുക്കാൻ പോവാണ്. നേരത്തെ പറയണം അവർക്ക് പഴയ ബൈക്കാണ്, പക്ഷേ എനിക്കത് പുതിയ ബൈക്കായിട്ടാണ് വരും കേട്ടോ. സോ എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങോട്ടേക്കാണ്, എന്ത് ചെയ്യാനാണ്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് വരും. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. കാണുന്നവരാരും ലൈക്കൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാനാണെങ്കിൽ പറയാറുമില്ല, വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾക്ക് ലൈക്ക് ചെയ്താൽ മതി എന്നാണ് ഞാൻ നോർമലി പറയാറ്. ഞാൻ നോർമലി ലൈക്ക് ചെയ്യാൻ പറയാറില്ല, പക്ഷേ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ് എല്ലാവരും. സോ നമുക്ക് പുതിയ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ കൂട്ടാനെയും കൊണ്ട് വേണം പോകാൻ. അത് ബാക്കിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നേരെ സൈക്കിൾ എടുക്കാൻ പോകാം ഗൈസ്. അങ്ങനെ സൈക്കിൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. 2500 പറഞ്ഞത്, പക്ഷേ 1200 രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട്. അതിനേക്കാട്ടും കുറവ് കിട്ടുമെന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. അയാളെന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഭയങ്കര നെഗോഷിയേഷനാണ് ഈ സാധനം. ഈ സൈക്കിളാണ് കേട്ടോ, ഈ ചെറിയ സൈക്കിൾ 1200 രൂപ. ആ ചെറുത് അല്ലല്ല, ചെറുത് 1200 രൂപ. പഞ്ചറും കാര്യങ്ങളൊന്നുമില്ല. അല്ല, പഞ്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ തുരുമ്പും കാര്യങ്ങളും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വൻ തിരക്കാണ്. ഇന്നലെ വന്നില്ല സൈക്കിൾ. ഇവിടെ ഗൂഗിൾ പേ എടുക്കോ? ഗൂഗിൾ പേ. സൈക്കിൾ അവസാനം റേറ്റ് പറഞ്ഞാൽ കൊണ്ടുപോകും. അപ്പൊ 5 ഓട്ടോറിക്ഷ കാശ് കുറയ്ക്കേ 200 രൂപ. പൈസ നമ്മൾ കിട്ടിണ്ട് ഞാൻ പറഞ്ഞല്ലേ, ഉറപ്പാ തന്നെ കൊടുത്ത കാര്യമില്ല. ഓ അവിടെ വീട്ടിൽ കൊണ്ടാക്കി വെച്ച് തരും അത് സൈക്കിള്. അതുമില്ല, അതെടുത്താട്ടോ. 1200 രൂപയ്ക്കാണ് നമ്മൾ ആ സൈക്കിൾ വാങ്ങണത്. വെറുത്താണോ നിങ്ങൾ പറയും, എനിക്കറിയില്ല. 1200 രൂപയ്ക്ക് എനിക്ക് കുറച്ച് കുഴപ്പമില്ല, എന്നാലും ഒരു ഇത് 1200 രൂപ സ്ക്രാപ്പ്, വർക്കിംഗ് അല്ലാത്ത സാധനം. ഇതിന്റെ റോഡിയോ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഇത് കൊടുക്കോ ഈ സൈക്കിള്? മോണ്ട സൈക്കിളാ. ഓക്കെ ഓക്കെ. അതിന്റെ ടയറ് നല്ല ടയറാണ്. ഓഫ് സ്റ്റണ്ടൊക്കെ ടയർ അല്ലേ. സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡ് പഞ്ചറാണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടിക്കാം. ഇനി ഇതിന് 2 സപ്പോർട്ടിങ് വീലും വെക്കണം കേട്ടോ. 2 സപ്പോർട്ടിങ് വീലും വെച്ച് കഴിഞ്ഞാൽ സാധനം വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. ബാക്കിലത്തെ കാരിയറും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. 1200 രൂപ. പെപ്പി, ഹീറോൻ്റെ പെപ്പി സൈക്കിൾ കേട്ടോ. ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണ സൈക്കിൾ. എങ്ങനെയുണ്ട്? വേറെ ഇതൊന്നുമില്ല. എടാ ഇത് പൊക്കി പിടിക്കാൻ പറ്റില്ലേ? കുഴപ്പമില്ല. സാധനം ഇരുമ്പന്നെയാന്ന് തോന്നുന്നില്ല. ഇരുമ്പന്നെയല്ലേ, എലോയൊന്നും ആവില്ല എന്തായാലും. ഇരുമ്പന്നെയാണ് ഹീറോൻ്റെ. സോ കാശ് കൊടുത്തിട്ട് സാധനം വീട്ടിലേക്ക് എത്തിക്കട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ സൈക്കിളും കൊണ്ട് വീട്ടിലെത്തിയിട്ടാ. സംഭവം കിട്ടില്ല സാധനമാണ് കൈസ്. 1200 രൂപയ്ക്ക് വെർത്താണോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാനൊരു ക്ലോസർ ലുക്ക് കൂടി കാണിച്ച് തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബൈക്ക് വരുന്നത്. പെപ്പിന്നാണ്, ഹീറോൻ്റെ പെപ്പി എന്ന് പറഞ്ഞ സൈക്കിളാണ്. 20 ഇഞ്ചാണ് ഇതിൻ്റെ വീല് വരുന്നത് കേട്ടോ. 20 ഇഞ്ച് വീൽ സൈസ് വരുന്നുണ്ട്. എലോയോ സ്റ്റീലോ ആയിരിക്കും, സ്റ്റീൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ റിമ്മ് കാര്യങ്ങൾ സ്ട്രാഡർ വാൽവ് അല്ല, നമ്മുടെ നോക്ക് ഹോൾഡ് എന്തോ പറയുമല്ലോ, നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ഇതില്ലേ, അതിൻ്റെ ഇത് വരണത് ഈ സംഭവം. അതിൻ്റെ ഈ സാധനം എയർ അടിക്കണം ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഫ്രെയിം സ്റ്റീൽ ഫ്രെയിമാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെയോ ഈ സാധനമൊക്കെ നോക്കി ആ പുല്ലിൻ്റെ ഇതൊക്കെ അതൊക്കെ കുറച്ച് കളയാനുണ്ടോ. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഒരു കാരിയർ, ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പൊളിഞ്ഞ്
കഴിഞ്ഞ് പോന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തുരുമ്പുണ്ട്. ഹാൻഡിലും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ, വലിയ പ്രശ്നമില്ല, സാധനം ചെയ്യാൻ കുഴപ്പമില്ല, ടഫ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഡ്രൈവ് ട്രെയിനിൻ്റെ ഭാഗം ഇവിടെ തുരുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് ഇത് പൊളിച്ച് കളയണം കേട്ടോ, ഈ ചെയിൻ ഗാർഡ് ഒന്ന് പൊളിച്ച് കളയണം. ഇവിടെ കുറച്ച് തുരുമ്പ് ഒലിച്ചതാണ് കൊണ്ടിട്ട്. ഇവിടെ ഒരു കളറ് സാധനങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കേബിൾസ് തുരുമ്പായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ചെയിൻ തുരുമ്പായിട്ടുണ്ട്. നമുക്ക് ഡീസൽ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ചെയ്യാൻ നമുക്ക് അധികം അത്യാവശ്യം വരുന്നില്ല കേട്ടോ, ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. എന്താ പരിപാടി എന്നൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ പറയാട്ടെ എന്താണെന്ന്. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഇതും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒന്ന് എയർ അടിച്ച് നോക്കാം. പഞ്ചർ ഉണ്ടെങ്കിൽ പഞ്ചർ ഞാൻ തന്നെ അടയ്ക്കേണ്ടി വരും. ഇത് കണ്ടിട്ട് എനിക്ക് പഞ്ചർ ഉള്ളതാണെന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ച് എയർ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് എയർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിക്കാം. 50 PSI എന്ന് കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇൻഫ്ലേറ്റ് ഓൺലി 50 PSI എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഇതുമ്മേ നമ്മുടെ പരിപാടികൾ നടക്കും എന്നാണ് തോന്നണത്. എന്തായാലും ഹെയറും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങാം. ഹെയർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം കഴിഞ്ഞ് എയർ അടിച്ച് കഴിഞ്ഞാലേ എനിക്ക് തോന്നണത് ഇപ്പോൾ ഇതിൽ കുറച്ച് എയർ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ ഈ സാധനം ഇത് അമുങ്ങിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. ഇതൊന്ന് മേലോട്ട് കയറ്റി വെച്ചാലാണ് ഇത് സുഖമായിട്ട് കറങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, കറങ്ങാനൊന്നും കുഴപ്പമില്ല കേട്ടോ. സാധനം കറങ്ങാൻ വേണ്ടിയൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരയുണ്ടെന്നുള്ളൂ, ഈ ഭാഗത്ത് ഒരയുന്നുണ്ട്. ടയറും ചെറുതായിട്ട് മേലെ തട്ടുന്നുണ്ട്. അത് ഈ മഡ് ഗാർഡ് ഒന്ന് മേലോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ സാധനം നടക്കൂട്ടാ. ഫ്രണ്ടിൽ പിന്നെ ഓക്കെയാണ്. എയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിൽക്കണുണ്ട് കേട്ടോ. ഹെയറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം നല്ലോണം. ഒന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തെങ്ങിടാനല്ല, തെങ്ങിൻ്റെ തേങ്ങിടാൻ ആൾ വന്നു. അപ്പോൾ ഇത് ഏകദേശം വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് ഡീസലാണ് കേട്ടോ. ഡീസൽ നമുക്ക് അടിക്കണം കേട്ടോ. ഡീസൽ ആക്ച്വലി എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാനത് വെയിലത്ത് വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉണങ്ങി നമുക്ക് ഇവിടെ ഒരു ടയർ സെറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ഒരു സപ്പോർട്ടിങ് വീല്. അപ്പോൾ കുറച്ച് ഡീസൽ അടിച്ച് വെക്കുക. കാരണം നല്ലോണം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. WD-40 അടിക്കുക നോർമലി ഇട്ട്. എൻ്റെ ഇപ്പോൾ അതില്ല. അപ്പോൾ തൽക്കാലം ഇത് അടിച്ച് വെച്ചിട്ട് നമുക്കത് വാങ്ങാൻ പോകണം കേട്ടോ. ഓക്കെ, സെറ്റ്. ഒരു സപ്പോർട്ടിങ് വീല് ഞാൻ എടുക്കുന്നുണ്ട്, 2 സൈഡിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഡീസൽ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ലൂസായി പോരില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തുരുമ്പൊന്ന് റെഡി ആയിട്ടിരുന്നോട്ടെ കേട്ടോ. സോ നമ്മൾ ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീല് കിട്ടുമോ നോക്കണം കേട്ടോ. ഇതിൻ്റെ സൈസ്, വീൽസിൻ്റെ സൈസ് നോക്കിയിട്ട് കിട്ടാനുള്ള ഹിന്ദുസ്ഥാൻ ടയേഴ്സ് എന്നാൽ കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും നോക്കിയിട്ട് കാണാനും ഇല്ല ഇതും കേട്ടോ. സാധനം 20 ഇഞ്ചാന്ന് തോന്നുന്നുണ്ട്. ഇൻഫ്ലേറ്റ് ഓൺലി ഇത്ര വീലൊക്കെ കാണുന്നുള്ളൂ. എന്തായാലും നോക്കി നോക്കട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ 20 കണ്ടുണ്ട്. 20 ഇഞ്ച്. ഒരു പഞ്ചർ പോലും ഇല്ല കേട്ടോ ഈ സംഭവത്തിൽ. ഫുൾ എയർ നമ്മൾ കാലത്ത് അടിച്ച് വെച്ചതാ. ഫുൾ എയർ സെറ്റ് കഴിച്ചു. ബാക്കിൽ കുറച്ച് കുറവുണ്ടെന്നുണ്ട്, അറിയില്ല. എന്നാലും പഞ്ചറില്ല കേട്ടോ. സാധനം ഇത്ര നാൾ ഇരുന്നിട്ട് നിങ്ങൾ ആദ്യത്തെ കോല ഇതിനെ കണ്ടിട്ടില്ലേ, പഞ്ചറില്ല. അപ്പോൾ സപ്പോർട്ടിങ് വീല് വേണ്ടി വാങ്ങണം കേട്ടോ ഇനി. സോ നമ്മൾ 100 എടുത്തിട്ട് സപ്പോർട്ടിങ് വീല് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ PO റോഡ് ഉണ്ടല്ലോ, തൃശ്ശൂർ ഉള്ളവർക്കറിയാം. ഈ റോഡിൽ ഇതാണ് കട വരുന്നത് കേട്ടോ. ഇവിടെ സാധനം ഉണ്ടാവും, പ്രഭാസ് സൈക്കിൾസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വീൽ സൈസ് കാര്യങ്ങൾ എനിക്ക് ഡൗട്ടുള്ള കാരണം ഇത് iCloud ഫുള്ളാണ്. 750 രൂപ മോനെ. ഇപ്പോൾ iCloud വേണ്ട. ഇതാണ് സാധനം. ഈ ടയർ സൈസ് ഇല്ലേ, ഈ ടയർ സൈസുള്ള ഇതിൻ്റെ സപ്പോർട്ടിങ് വീല് കുട്ടികൾക്ക് ഓടിച്ചു പഠിക്കാൻ സൈക്കിള് നമ്പർ 20 സപ്പോർട്ട്. ആ, സൈഡിൽ വയ്ക്കണം വീല്. ഏറ്റവും വില കുറഞ്ഞ മതി കേട്ടോ. അല്ല, എത്ര വരാ? അല്ല, ചീപ്പ് സാധനം മതിയെന്ന്, വില കൂടുതലിൻ്റെ വേണ്ട. പക്ഷേ ഇത് ഫുള്ള് സൈക്കിളിൻ്റെ ഇതാണ് വേണ്ട. ഡിസ്ക്, സ്റ്റാർലൈറ്റിൻ്റെ ഡിസ്ക്, അതുപോലെ തന്നെ ആക്സില് ഫുള്ള് അതുപോലത്തെ സാധനങ്ങളാണ്. ഗ്രിപ്പ് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടിട്ട് എൻ്റെ പൊന്നെ. ഇതിനെത്ര വരണേ? 20 ഈ വീൽ സൈസിന് പാകാവില്ലേ ബ്രോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത്. ഇതിന് സൈസ് ആവില്ലേ ഈ വീല്? 20. ഇതിന് ആ സാധനം സെറ്റ് ചെയ്യോ? കാരണം അത് 20. അത് പറ്റില്ലല്ലോ, ഇതിന് പറ്റില്ലേ? ഇതിന് പറ്റും. ഇതാണ് സംഭവം കേട്ടോ. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതാ വീലിന് സെറ്റ് ആവില്ലേ ബ്രോ?
ഇത് വീല് ഇത് ഇടണല്ല ഈ കപ്പിലേക്ക് ഈ സാധനം കമ്പിൽ കണക്ട് ചെയ്യണം. നോക്കാം ഈ സാധനം വാങ്ങിയിട്ടുണ്ട് സപ്പോർട്ടിങ് വീല്. ഇതിന് എത്ര വരണേ? 20ന്റെ എത്ര? 260 അല്ലേ? ഓക്കെ. സോ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്യണം കേട്ടോ. എന്തിനൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചായിരിക്കട്ടെ. നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്യണത് എന്നുള്ളത്. സോ ഇത് പോയിട്ട് ഫിറ്റ് ചെയ്യാം ഗൈസ്. സോ നമ്മൾ വീട്ടിലെത്തി നമുക്ക് ഈ സാധനം ഒന്ന് പൊട്ടിച്ച് എനിക്ക് കണ്ടിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വീല് ഇതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അയ്യോ 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 ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ്. പിന്നെ വരണത് ഇത് കമ്പിയാട്ടാ. ഇത് കമ്പിയാ. എന്നിട്ട് എനിക്ക് തോന്നണത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അതെ ഇങ്ങനെ കണക്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റ് കേട്ടോ. സാധനം കറക്റ്റ് ഫിറ്റ്. ഇനി ഈ ഒരു നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണാവോ? മറ്റേ പിന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിന്നിൻ്റെ കാര്യം. അതായിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം, നോക്കട്ടെ. ഇത് മറ്റേ പിന്ന് ഗൈസ്. ഈ പിന്ന് കണ്ട ഈ പിന്ന് ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് കേട്ടോ. ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക അങ്ങനെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ സംഭവം. അപ്പോൾ ഈ സാധനം എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി. പിന്നെ ഇത് ബാക്കിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ തോന്നാം കേട്ടോ. ഇതെങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യലായിരിക്കും ബാക്കിൽ വെച്ചിട്ട്. അത് വാഷർ പോലെ അങ്ങനെ ആയിരിക്കുള്ളൂ ഇത്. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് നമുക്കിത് മറ്റേ നമ്മൾ ഫിറ്റ് ചെയ്യാം കേട്ടോ. അത് ഈ പറഞ്ഞോണം കുറച്ച് പണിയാണ്. ഇവിടെ എൻ്റെ ചെരുപ്പ് എടുക്കണ്ട. ഓക്കെ, കുറച്ച് പണിയാണ് മറ്റേ സൈക്കിൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മറ്റേ ഇതടിച്ച് വെച്ചിട്ടുണ്ട്, ഡീസൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു മുറുക്കം കുറവുണ്ടാകും തുരുമ്പുള്ള കാരണേ. സോ ഈ സാധനം ഫിറ്റ് ചെയ്യാട്ടോ. നമ്മുടെ വണ്ടിക്ക് ഇപ്പോഴും എയറും കാര്യങ്ങളൊന്നും കുറവൊന്നുമില്ല കേട്ടോ. ബാക്കിൽ കുറച്ച് എയർ കുറവുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും കുറച്ച് ഇല്ല, ഫ്രണ്ടിൽ പക്കയാണ് കേട്ടോ. അടിച്ച എയർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ സാധനം സെറ്റാണ് കേട്ടോ. അതിന് പഞ്ചറും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി സാധനം ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇതിന്റെ സ്റ്റാൻഡ് ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, അത് ഊരി കേട്ടോ. സ്റ്റാൻഡ് ഒരെണ്ണം ഊരി. അങ്ങനെ 2-3 ദിവസത്തെ പ്രയത്നം സഫലമായി കൊണ്ട് നമ്മുടെ ബൈക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിഡ്സിന്റെ ഒരു സൈക്കിൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് കാട്ടി കൊടുത്ത ചുറ്റിനും ഈ സൈഡിൽ ഫുള്ള് നമ്മളിങ്ങനെ ഇവിടെ കാട്ടിയിട്ടുണ്ട്. സൈഡിൽ 2 വീല് വെച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കുറച്ച് സ്പീഡിൽ നടന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീരില്ല, വേഗം നടക്കും. ഇങ്ങനെ ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം. ഇത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സംഭവം ആക്ച്വലി ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് തരാട്ടാ. എന്തൊക്കെ ക്ലൂ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാധനം കൊണ്ട് നമ്മളിത് പറപ്പിക്കാൻ പോവാണ് കേട്ടോ. പറപ്പിക്കാൻ പോവാണ് ഈ സാധനം കൊണ്ട്. പറക്കോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച 6 മണിയിലത്തെ വീഡിയോയിൽ കണ്ടാൽ മതി കേട്ടോ. എൻ്റെ കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ സാധനം ഒരു സൈക്കിൾ ഒന്ന് പറപ്പിക്കണം എന്നുണ്ട്. പണ്ട് ഇതുപോലത്തെ സെയിം മോഡൽ സൈക്കിൾ ഞങ്ങൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. ഞാൻ ഒരു 7-8 പഠിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ റോട്ടിൽ. അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതുപോലെ നമ്മൾ പറപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.